പൊയ്യാറമഠത്തിലേക്ക്. ഇപ്പോൾ ഒരുപാട് ബിസിനസ്സുകാരായാലും പല തരത്തിലുള്ള വലിയ ശക്തമായിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന അതിശക്തമായിട്ടുള്ള ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. അത് രാഷ്ട്രീയമായിട്ടും ബിസിനസ് പരമായിട്ടും എല്ലാം കൊണ്ടും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് എന്നെ വിളിക്കാറ്. പക്ഷെ അവരിപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും പൂർണ്ണമായിട്ട് ലോക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ, പണ്ടത്തെ എല്ലാ പ്രതാപവും എല്ലാതും നശിച്ച് പൂർണ്ണമായിട്ടും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയതിന് ശേഷം എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാലോ എന്ന് വിചാരിച്ച് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സർവീസും നിങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് കൃത്യമായിട്ട് അടുത്ത ഇതെന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഒരു ദർശനത്തിലൂടെ അല്ലെങ്കിൽ വിഷ്ണുവായ സ്വാമിയുടെ പ്രത്യേകമായ ഒരു അനുഗ്രഹത്തോടു കൂടി നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ മുന്നേ ചെയ്യുമായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വരില്ല. പക്ഷെ അവരെന്നോട് പറയുന്ന ഒരു കാര്യം, അവർ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പല വലിയ വലിയ സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അവർ പൂർണ്ണമായിട്ടും തവിടുപൊടി ഭസ്മായതിനു ശേഷമാണ് എൻ്റെ കയ്യിലേക്ക് വരുന്നത്. എന്നിരുന്നാലും ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കൃത്യമായി മാസങ്ങളോളം, നമുക്കൊരു പ്രശ്നം വന്നാൽ മാസങ്ങളോളം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്കതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു അവസരം കിട്ടുമെന്ന് ഞാൻ പറയാറുണ്ട്. നമുക്ക് എന്ത് പ്രശ്നം വരുന്നതിന് മുമ്പ് നിങ്ങൾ പൊയ്യാറമഠത്തിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ ഒരിക്കലും വീഴില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രശ്നം വരില്ല. അങ്ങനൊരു പ്രശ്നം വരാണ്ട് നോക്കലാണ് സത്യം പറഞ്ഞാൽ ഈ മാന്ത്രികത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അതിശക്തമായ മഠങ്ങളുടെ ഉത്തരവാദിത്തം. അത് നമ്മൾ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യണം ആൾക്കാരെ. അവരെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വീഴാണ്ട് നോക്കണം. വീണതിന് ശേഷം അവർ പല സ്ഥലങ്ങളിൽ പോയിട്ട് എന്താ കാര്യം? ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ട്, പക്ഷേ വരുന്ന ആൾക്കാരെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ അവരൊന്ന് വീഴുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് എത്തിപ്പെട്ടിരുന്നെങ്കിൽ നമുക്ക് അവരെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താതെ നോക്കാമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിജയിക്കട്ടെ.